ഹായ് കൂട്ടുകാരെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒറിജിൻ മുതൽ നമ്മൾ തുടങ്ങിയാണ്. അതിൽ നമ്മൾ കുറച്ച് ആക്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത പാർട്ട് 3 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ക്യാബിനറ്റ് മിഷൻ 1946 വന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തുന്നതിന് ശേഷം ഇന്ത്യൻ ഹസ്തങ്ങളിലേക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകുവാനായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത്. ആരാണ് അയച്ചത്? ക്ലെമന്റ് ആറ്റ്ലി എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നതും ആ പ്രധാനമന്ത്രിയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലിയാണ്. അദ്ദേഹമാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അതിൽ പ്രധാനികളായിരുന്നു ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന പെത്തിക് ലോറൻസ്, A.V. അലക്സാണ്ടർ സൈന്യസമിതിയിലെ 1ാമത്തെ പ്രഭുവായിരുന്നു. വ്യാപാര ബോർഡിൻ്റെ പ്രസിഡന്റായ സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. പാകിസ്ഥാന് വേണ്ടിയുള്ള വാദം അംഗീകരിക്കുവാൻ ക്യാബിനറ്റ് മിഷൻ തയ്യാറായില്ല. കാരണം ലീഗ് രാജ്യമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടുന്നതിനുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുന്നതിലേക്കായി ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമര പരിപാടി ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തു. 1946 സെപ്റ്റംബർ 2 കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ മാത്രമടങ്ങിയ ഇടക്കാല ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. 3 മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇതിൽ 12 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ലിയാഖത്ത് അലി ഖാനെ ആയിരുന്നു ധനകാര്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുക? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തുന്നതിനും അതുപോലെ ശേഷം ഇന്ത്യൻ ഹസ്തങ്ങളിലേക്ക് അധികാരം കൈമാറുന്നതും ക്വിറ്റ് ഇന്ത്യ സമരത്തോടു കൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവർക്ക് ഭരണം ഉണ്ടാക്കാനും അതുപോലെ അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന ബോധ്യത്തിൽ ആണ് ഈ ക്യാബിനറ്റ് മിഷൻ 1946 കൂടുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു വിട്ടത്, അന്ന് ക്രിപ്സ് മിഷനെ പറഞ്ഞു വിട്ട ആൾക്കാർ തന്നെയാണ് പെത്തിക് ലോറൻസും A.V. അലക്സാണ്ടറും സ്റ്റഫോർഡ് ക്രിപ്സും അല്ല. അവർ വന്നു. അന്ന് അവരെല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യക്ക് ഒരു പ്രാധാന്യമില്ലാതെ തിരിച്ചു പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷമാണ് പിന്നെ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞു വിട്ടു. എന്തിനാണ്? ഇന്ത്യ ഹസ്തങ്ങളിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ആറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ കുറിച്ച് നോക്കാം. അപ്പോൾ ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്താണ്? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് 1948 ജൂൺ 1 മുമ്പായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരിൽ അധികാരം കൈമാറണം എന്നുള്ളതായിരുന്നു. മൗണ്ട് ബാറ്റനിലാണ് പ്രഭുവായി വൈസ്രോയിയായി നിയമിക്കുകയും അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിന് നിക്ഷിപ്തമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തിന് ധീരമായ ഒരു കാൽവെപ്പ് എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇടക്കാല മന്ത്രിസഭയിൽ ചേർന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് മാറി മുസ്ലിം ലീഗ് തീരുമാനിച്ചു. 1946 ഡിസംബർ 6 ലീഗിൻ്റെ പ്രതിനിധികളെ കൂടാതെ തന്നെ ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ സഭ രൂപം കൊണ്ടു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പം നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമുക്ക് ഭരണഘടന നിർമ്മിക്കാനുള്ള ഇത് സ്വയം ഭരണത്തിനുള്ള അവകാശം കിട്ടിയത്. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊടുത്ത നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷം വേവൽ പ്ലാൻ പ്രകാരം 1945 നമുക്ക് ഇത് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കിട്ടിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. 1945 സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് വേവൽ പ്രഭു ആയിരുന്നു. ആ വേവൽ പ്രഭുവാണ് നമുക്ക് ഇതിങ്ങനെ ഒരു പ്ലാൻ തന്നത്. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊടുത്തത്. അതുപോലെ 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോർഡ് ക്ലെമന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം നോക്കാം. ആദ്യം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിക്കപ്പെട്ടത്. ക്യാബിനറ്റ് മിഷൻ 1946 സ്വതന്ത്ര ഭാരതത്തിനായി ഒരു ഭരണഘടന നിർമ്മിക്കുകയായിരുന്നു അസംബ്ലിയുടെ ദൗത്യം. ഭാരതത്തിന് എന്ത് വേണം? ഒരു ഭരണഘടന വേണം. 1946 ഡിസംബർ 6 ഇത് നിലവിൽ വന്നത്. 1946 ഡിസംബർ 6 ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്. മൊത്തം 389 അംഗങ്ങളാണ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. 389 അംഗങ്ങൾ. 3, 8, 9. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയതോടെ അവസാന
അംഗസംഖ്യ 299 അപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവരെല്ലാം മാറിയപ്പം ഇന്ത്യക്ക് വേണ്ടിയുള്ള ആൾക്കാർ 299 ആയിരുന്നു. 1946 ഡിസംബർ 9 11 മണിക്കാണ് ആദ്യ യോഗം ചേർന്നത്. ഡിസംബർ 23 വരെ അത് തുടരുകയും ചെയ്തു. അപ്പം മൊത്തം 207 പ്രതിനിധികളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 9 വനിതകളും ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളായിരുന്നു ആദ്യ സമ്മേളനത്തിന് വേദിയായിരുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. 1946 ഡിസംബർ 9 താൽക്കാലികമായൊരു അധ്യക്ഷനെ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം കൂടിയത്. അതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആചാര്യ ജെ ബി കൃപലാനിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വനിതാ മുഖ്യമന്ത്രിയാകുന്നത്, സുജേത കൃപലാനി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആചാര്യ ജെ ബി കൃപലാനിയാണ്. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം ഒരു പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ് ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കിയത്. മൊത്തം 11 സെക്ഷനിലായി 165 ദിവസം അസംബ്ലി സമ്മേളിച്ചു. 1946 ഡിസംബർ 13 ഭരണഘടനയുടെ ഉദ്ദേശലക്ഷ്യമായ വിഷയങ്ങളെ പറ്റിയുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അത് പിന്നെ ആമുഖമായി മാറുകയാണ് ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇതാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. ഒരു നിയമനിർമ്മാണ സഭയെന്ന നിലയ്ക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായും ജി വി മാവുലങ്കർ സ്പീക്കറായുമാണ് ഈ സമ്മേളനം നടന്നത്. 1947 ഓഗസ്റ്റ് 29 അംബേദ്കർ അധ്യക്ഷനായ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കറിനെയാണ്. 1949 നവംബർ 26 ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കുകയും ചെയ്തു. നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഡിസംബർ 6 മുതലാണ് തുടങ്ങി നമ്മൾ പറഞ്ഞു. ആ ദിവസത്തെ മഹാപരിനിർവാൺ ദിവസം എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഏതാണ്? 1946 ഡിസംബർ 6 നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയത്, ആദ്യത്തെ സമ്മേളനം നടന്നത്. ആ ദിവസത്തെ എന്തറിയപ്പെടുന്നു? മഹാപരിനിർവാൺ ദിവസ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയാണ് അദ്ദേഹം, BR അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് BR അംബേദ്കറിനെയാണ്. അംബേദ്കർ ജനിച്ചത് വർഷമെന്ന് പറഞ്ഞാൽ 1891 ജനിച്ച ഗ്രാമമാണ് മോവ്, മധ്യപ്രദേശിലാണ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് BR അംബേദ്കർ. അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് തേജ് ബഹദൂർ സപ്രു. മെഹർ സംസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് BR അംബേദ്കർ. ഇദ്ദേഹം 1956 ഡിസംബർ 6 അന്തരിച്ചു. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പറയുന്ന മഹാപരിനിർവാൺ ദിവസം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സമ്മേളനം കൂടിയ ദിവസം കൂടെ ഓർക്കുക. അപ്പോൾ ആ ദിവസത്തെ നമുക്ക് എന്തറിയാം? അദ്ദേഹം മരിച്ച ഡിസംബർ 6 എന്താണ്? മഹാപരിനിർവാൺ ദിവസ്. ആ മഹാപരിനിർവാൺ ദിവസത്തിലാണ് 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കൂടിയത്. അത് ഓർക്കാനും എളുപ്പമാണ്. ഇദ്ദേഹം മരിച്ചത് 1956 അത് അദ്ദേഹം 1 വർഷം മുമ്പാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കൂടുന്നത്. ആ 1 വർഷത്തിന് ശേഷം BR അംബേദ്കർ മരിക്കുകയാണ്. അത് അതേ ദിവസം തന്നെ മരിക്കുകയാണ്. അംബേദ്കറിൻ്റെ ചരമദിനം ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമിയിലായിരുന്നു. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. 1990 മരണാന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഉണ്ടായത്. 1990 56 മരിച്ച് 90 അദ്ദേഹത്തിന് എന്ത് കൊടുത്തത്? പരമോന്നത ബഹുമതിയായ ഭാരതരത്നം കൊടുത്തത്. സിവിൽ BR അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യയിൽ 2017 മുതൽ ജലദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പം ഏപ്രിൽ 14 അംബേദ്കറുടെ ജന്മദിനമാണ്. അദ്ദേഹം ജനിച്ചത് 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിച്ചത്. ആ ദിവസം അംബേദ്കറുടെ ജന്മദിനമായി ആഘോഷിക്കുന്നു. അപ്പം അദ്ദേഹം മരിച്ച ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമായിട്ടും അദ്ദേഹം ജനിച്ച ഏപ്രിൽ 14 എന്താണ്? ജലദിനമായും ആഘോഷിക്കുന്നു നമ്മൾ. അതുപോലെ തന്നെ ഡോക്ടർ ബാബ അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്.
ഡോക്ടർ അംബേദ്കറുടെ ആദരസൂചകമായി 2015 പുറത്തിറക്കിയ നാണയമാണ് 10 രൂപയും 125 രൂപയും. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനകളെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരംതിരിക്കാം. നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലും. ഇവർ എഴുതി വച്ചിട്ടില്ല, അലിഖിതമാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്ക 1789-ലാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ജെയിംസ് മാഡിസൺ. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. എഴുതി പൂർത്തിയാക്കിയ ഭരണഘടന വലുതുള്ളതും ഇന്ത്യക്കാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കളിത്തട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഗ്രീസാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് ബ്രിട്ടനാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ വലയം ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യമാണെങ്കിൽ സ്വിറ്റ്സർലൻഡാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ, ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്, ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്, ആധുനിക ജനാധിപത്യത്തിൻ്റെ നാടെന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ, പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ വലയമായ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇന്ത്യ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ 1945. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24-ാം തീയതിയാണ്. അപ്പോൾ എന്താണ് ഇത്? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. എല്ലാവർക്കും അറിയാം, മാനവേന്ദ്ര നാഥ് റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഏത് പാർട്ടിയാണ്? സ്വരാജ് പാർട്ടി. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16-നാണ്. 15-ന് വന്നു. എന്നാണ് വന്നത്? മാർച്ച് 24-ന് വന്നു. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. 1946 മെയ് 16. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ബെത്തിക് ലോറൻസ് ചെയർമാനായും സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിലെ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വെച്ചാൽ ലേബർ പാർട്ടിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6 നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. B.R. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. B.R. അംബേദ്കർ, K.M. മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, D.B. കെയ്ത്താൻ, B.L. മിത്തർ. കെയ്ത്താന് പകരമായി T.T. കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായി N. മാധവറാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളായി. കാരണം അവരെല്ലാം ഇതിൽ നിന്ന് മാറി. അങ്ങനെ അവർക്ക് പകരം ഇവരാണ് വന്നത്. ആരൊക്കെയാണ് വന്നത്? കെയ്ത്താന് പകരം T.T. കൃഷ്ണമാചാരിയും മിത്തറിന് പകരം N. മാധവറാവുമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9, 1946 11 മണിക്ക്. 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അതിൽ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലായിരുന്നു സമ്മേളനം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി 299 മാറിയെന്നും ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 നമ്മൾക്കറിയാമുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണെന്നും ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ച 1950 ജനുവരി 24-ആണെന്നും ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ച 1950 ജനുവരി 24-ആണെന്നും ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്ന 1950 ജനുവരി 24-ആണെന്നും നമുക്കറിയാം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-നാണെന്നും ഈ സമ്മേളനത്തിൽ വെച്ച് G. മാവലങ്കറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തുവെന്നും നമ്മൾക്കറിയാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ച ഡിസംബർ 23, 1946-ലായിരുന്നു.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് അതിൽ അധ്യക്ഷനായിരുന്നത് താൽക്കാലികമായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. നമുക്ക് പഠിച്ചതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഡിസംബർ 9, 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ സ്ഥിരം ആയി വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത JB കൃപലാനിയായിരുന്നെന്നും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ 93 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിരം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ബ്രിട്ടീഷ് ഗവൺമെന്റ്മാരുടെ പ്രവിശ്യയിൽ നിന്ന് 292, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേരുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ 17 പേരായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ 3 പേർ അതിലുണ്ടായിരുന്നു. ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയുടെ പ്രീ-ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത ദാക്ഷായണി വേലായുധനായിരുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യങ്ങൾ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിലെ പ്രതിനിധീകരിച്ച് 9 പേരും കൊച്ചിയിൽ നിന്ന് ഒരാളുമാണ് ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ മലയാളിയായ ജോൺ മത്തായി പ്രതിനിധീകരിച്ചിരുന്നത് യുണൈറ്റഡ് പ്രൊവിൻസിയിലായിരുന്നു. ഇന്നത്തെ UP ആണവിടെ. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ 3 വനിതകൾ ഉൾപ്പെടെ 17 മലയാളികളുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തിരുന്നത് പനമ്പള്ളി ഗോപനായിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് നാളെ പ്രിയാമ്പിൾ പഠിക്കാം. എല്ലാവരോടും നന്ദിയുണ്ട്. അതുപോലെ എല്ലാവരും എൻ്റെ ഈ ക്ലാസ് കാണുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. എല്ലാവരിലേക്കും ഇത് എത്തിക്കണേ കൂട്ടുകാരെ. നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ ബന്ധുക്കളും അങ്ങനെ PSC പഠിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ.